Good morning. Today we are going to study the linear congruence. So this is an important topic in the examination point of view. അതുപോലെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും ഈ ഒരു സെക്ഷനിൽ നിന്ന് വരാറുണ്ട്. So we are going to study what is linear congruence. So linear congruence is a congruence relation in the form AX congruent to B mod M. Okay. ഈ ഒരു where A is equal to A, B and M are integers and M is a positive integer. Okay. X is also an integer but it is unknown. അതായത് AX congruent to B mod M എന്ന് പറയുന്ന ഫോമിൽ വരുന്ന ഒരു കോൺഗ്രുവൻസ് റിലേഷനെ വി കോൾ ഇറ്റ് as ലീനിയർ കോൺഗ്രുവൻസ്. ഇതിൽ M എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും. എ ബി എക്സ് എന്ന് പറയുന്നത് ദേ ആർ ഇൻറ്റിജേഴ്സ്, നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം. ഇതിൽ എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അൺനോൺ വേരിയബിൾ ഓർ ഇറ്റ് ഈസ് ആൻ അൺനോൺ ഇൻറ്റീജർ. എപ്പോഴും ഇൻറ്റീജർ ആയിരിക്കും. ഇറ്റ് ഈസ് അൺനോൺ കാരണം നമുക്ക് ഇതിൻ്റെ വാല്യൂ ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എക്സ്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ആൻ അൺനോൺ വേരിയബിൾ. ഓക്കെ. ഇപ്പോൾ ചില സമയം the value of x that satisfies this relation, ഈ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂ അത് ഒന്നാവാം ഒന്നിലധികമാവാം. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് as the solution of the congruence. Solution of the congruence എന്ന് പറയും. There are certain conditions. ചില കണ്ടീഷൻസിൽ നമുക്ക് വേറൊരു തരത്തിൽ വരും. ദാറ്റ് ഈസ് AX കോൺഗ്രുവൻറ്റ് ടു 1 mod M എന്ന് പറയുന്ന ഒരു ഫോമിൽ നമുക്ക് കിട്ടും. സോ ഈ കണ്ടീഷനിൽ എക്സിന് ഒരൊറ്റ വാല്യൂവേ ഉണ്ടാവത്തുള്ളൂ, ഒരൊറ്റ യുണീക്ക് വാല്യൂ ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് as the inverse of A modulo M. എ മോഡുലോ എമ്മിൻ്റെ ഇൻവേഴ്സ് എന്ന് അറിയപ്പെടും. ആൻഡ് ദാറ്റ് വിൽ ബി യുണീക്ക്. ആൻഡ് ബിക്കോസ് അതിന് ഒരൊറ്റ വാല്യൂ മാത്രമേ അത് ആ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. സോ ഇറ്റ് ഈസ് യുണീക്ക്. ഓക്കെ. ആൻഡ് ദാറ്റ് മേക്ക് സെൻസ്. കാരണം ഇപ്പം നിങ്ങൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. അതായത് ഇപ്പം 7 × x ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സിന് ഒരൊറ്റ വാല്യൂ ഉണ്ടാവത്തുള്ളൂ 1/7. അതായത് 7നെ 1/7 അല്ലാതെ വേറെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്താലും യു വോണ്ട് ഗെറ്റ് 1. അതിന് 1 കിട്ടണമെങ്കിൽ 1/7 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1/7 ഈസ് കോൾഡ് as the multiplicative inverse of 7. ഓക്കെ. സിമിലർലി എക്സ് ഈസ് കോൾഡ് as the inverse of A modulo M. A modulo എമ്മിൻ്റെ ഇൻവേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. So and that is the value of x there will be unique. അപ്പം AX is equal to 1 modulo M എന്ന ഫോമിലാണ് നിങ്ങൾക്ക് റിലേഷൻ കിട്ടുന്നത് എങ്കിൽ you have to understand a few things. GCD of ഒരു കാര്യം നോട്ട് ചെയ്യണം. GCD of A, M will be equal to 1. അതായത് AX is equal to 1 mod M എന്ന ഫോമിൽ നിങ്ങൾക്കൊരു റിലേഷൻ കിട്ടുവാണെങ്കിൽ അതിൽ GCD എൻ്റെയും എമ്മിൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി അഥവാ അല്ലെങ്കിൽ there is no solution for x. അതായത് ബിയുടെ വാല്യൂ 1 ആവണം. 1ന് പകരം 2 or 3 ആയി കഴിഞ്ഞിട്ട് കാര്യമില്ല. It will not satisfy this. It will satisfy only if the greatest common divisor of A and M is equal to 1. Okay, A and M is equal to 1. അപ്പം 1 അല്ലെങ്കിൽ we can say that there is no solution for this AX is equal to 1 mod M. 1ന് പകരം വേറെ വാല്യൂസ് വന്നാൽ we have to do that in another way. അതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So for that let us discuss a question. The question is 14x is equal to 12 is congruent to 12 mod 18.
is equal to 12 mod 18 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ഇതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്ന് കണ്ടുപിടിക്കാം. സോ യു ഹാവ് എ സർട്ടൻ ഫ്യൂ സ്റ്റെപ്സ്. സോ ഈ 14x is equal to 12 mod 18 എന്ന് പറയുന്നത് നമുക്ക് വളരെ പരിചയമായിട്ടുള്ള ഒരു രൂപത്തിലാണ് ഇരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു AX, ഇതിൻ്റെ ഫോം എന്ന് പറയുന്നത് AX is equal to B mod M. AX is equal to B mod M എന്ന് പറയുന്ന ഫോമിലാണ് ഇരിക്കുന്നത്. സോ നമുക്ക് പറയാം A is equal to 14, B is equal to 12 and M is equal to 18, right? Okay. നമുക്ക് ഇതിൽ the first step is, ആദ്യത്തെ step number 1 is find GCD of, find greatest common divisor of A, M, and that will be termed as D. So that is നമുക്ക് എയുടെ എമ്മിൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കണ്ടുപിടിക്കണം. സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് എ കോമ എം, അതായത് ഡി ഈസ് ഈക്വൽ ടു എയുടെ വാല്യൂ 14 ആണ്, ജി സി ഡി ഓഫ് എയുടെ വാല്യൂ 14 ആണ്, എമ്മിൻ്റെ വാല്യൂ 18 ആണ്. ഡി ഈസ് ഈക്വൽ ടു ജി സി ഡി ഓഫ് 14, 18. സോ ഞാൻ ഇപ്പുറത്തൊരു ഇവിടെ നമുക്ക് ജി സി ഡി കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ജി സി ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. ബട്ട് അഗെയിൻ ഞാൻ ഒന്ന് പെട്ടെന്ന് പറയാം. സോ നമുക്ക് 14, 18 ജി സി ഡി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് ഏതാണ് വലുത്? 18 ആണ് വലുത്. സോ നമുക്ക് 14 അതുപോലെ തന്നെ എഴുതാം. 18 പകരം 18 mod 14, അതായത് 18നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വരുന്ന റിമൈൻഡർ. 18നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും, റിമൈൻഡർ 4 കിട്ടും. കറക്റ്റ്. ഇതിലേതാണ് കൂടുതൽ? 14 കൂടുതൽ അല്ലേ? അപ്പോൾ 4 3 12, റിമൈൻഡർ എത്ര വരും? 2, 2, 4. ഇതിലേതാണ് കൂടുതൽ? 4 4 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും, റിമൈൻഡർ 0 കിട്ടും, 2, 0. സോ ഇതിൻ്റെ ജി സി ഡി എന്ന് പറയുന്നത് ഏതാണ്? 2 ആണ്. സോ ദ ജി സി ഡി ഓഫ് A, M or 14, 18 is 2. Therefore D, the value of D is equal to 2. അപ്പം ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ജി സി ഡി കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ജി സി ഡിയുടെ വാല്യൂ ഇപ്പം ഇഫ് യു ഗെറ്റ് 0 ഓർ സംതിങ് യു ക്യാൻ സേ ദാറ്റ് ദർ ഈസ് നോ സൊല്യൂഷൻ ഫോർ ദിസ് ആൻഡ് യു ക്യാൻ സ്റ്റോപ്പ് ദാറ്റ്. ഓക്കെ. 0 കിട്ടുവാണെങ്കിൽ യു ക്യാൻ സ്റ്റോപ്പ് ദാറ്റ്. 0 അല്ലെങ്കിൽ you have to say that it is 2. GCD you will not get 0, right? You will get only 1. അപ്പം അതൊരു പ്രശ്നമേ അല്ല. ഇനി അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ബി ബൈ ഡി. ഫൈൻഡ് ബി ബൈ ഡി and that will be n, or it is the number of solutions existing for the relation. B by D കണ്ടുപിടിക്കുക. So we know the value of B. The value of B is 12. So n is equal to 12 B by D. D the value is 2. Okay. B by D the value കണ്ടുപിടിക്കണം. So this is what we have to find out the value of B by D, and that will be n. ആൻഡ് ഇതൊരു ഹോൾ നമ്പർ ആണെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്താൽ മതി. സോ വാട്ട് ഐ സെഡ് ഏർലിയർ വാസ് എ ലിറ്റിൽ മിസ്റ്റേക്ക്. അത് നമുക്ക് അടുത്തതിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് അത് മനസ്സിലാവും. ബി ബൈ ഡിയുടെ വാല്യൂ ഒരു ഹോൾ നമ്പർ ആണെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്താൽ മതി. ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ഹോൾ നമ്പർ, അല്ലെങ്കിൽ if B is not divisible by D, then we can say that there is no solution for the relation. നിങ്ങൾക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ബി ബൈ ഡി വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യു ക്യാൻ സ്റ്റോപ്പ് ദ ആൻഡ് യു ക്യാൻ സേ ദാറ്റ് ദർ ഇസ് നോ സൊല്യൂഷൻ എക്സിസ്റ്റിംഗ് ഫോർ ദി ഇക്വേഷൻ. പക്ഷേ ഇവിടെ നമുക്കത് പ്രശ്നമല്ല. ബിക്കോസ് ബി ബൈ 12 ഈസ് ഈക്വൽ ടു 6 ആൻഡ് എ സൊല്യൂഷൻ എക്സിസ്റ്റ് ഫോർ ദിസ് given relation. Okay, there is a solution existing for the given relation. So now we have to find number of solution. നമുക്ക് സൊല്യൂഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര സൊല്യൂഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു
എക്സ് ക്യാൻ ഹാവ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. എത്ര സൊല്യൂഷൻ ഉണ്ട് എന്നത് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഫൈൻഡ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. ഫൈൻഡ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് and that is equal to d mod m. d mod m കാൽക്കുലേറ്റ് ചെയ്താൽ യു ഗെറ്റ് ദി നമ്പർ ഓഫ് സൊല്യൂഷൻസ് അവൈലബിൾ. എത്ര സൊല്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് അറിയാം. സോ ലെറ്റ്സ് നെയിം ദാറ്റ് as n ഓഫ് എക്സ്, നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഈസ് ഈക്വൽ ടു ഡിയുടെ വാല്യൂ നമുക്കറിയാം 2, എമ്മിൻ്റെ വാല്യൂ നമുക്കറിയാം mod 18. എമ്മിൻ്റെ വാല്യൂ 18 ആണ്. സോ യു ഹാവ് ടു ഫൈൻഡ് 2 mod 18. സോ യു ഹാവ് ടു സോൾവ് ദിസ് ഇക്വേഷൻ. സോ n ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 mod 18. സോ 2 mod 18 എന്ന് വെച്ചാൽ എത്രയാണ്? 2നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡർ. തിരിച്ച് ചെയ്യരുത്. തിരിച്ച് ചെയ്താൽ യു ഗെറ്റ് 0 ബിക്കോസ് 18 ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2. ചിലപ്പോൾ നമ്മൾ തിരിച്ച് ചെയ്ത് വയ്ക്കും. അതപ്പം നമുക്ക് ഹോൾ ക്വസ്റ്റ്യൻ തെറ്റിപ്പോവും. നമ്മൾ ഇങ്ങനെ ചെയ്യാവുള്ളൂ. 2/18 2നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഒക്കത്തില്ല. സോ 2/18 ഈസ് ഈക്വൽ ടു 0 ആൻഡ് റിമൈൻഡർ ഈസ് 2. സോ ദ വാല്യൂ ഈസ് ഈക്വൽ ടു 2. 2 mod 18ൻ്റെ വാല്യൂ എത്രയാണ്? 2 തന്നെയാണ്. സോ നമ്പർ ഓഫ് സൊല്യൂഷൻ എക്സിസ്റ്റ് ഈസ് 2. അതായത് നമുക്ക് 2 സൊല്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിച്ചു. ഓക്കെ, നൗ വി ഹാവ് ദ 4th സ്റ്റെപ്പ്. 4ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഡിവൈഡ് ബോത്ത് സൈഡ്സ് ബൈ ഡി. ഡിവൈഡ് ബോത്ത് സൈഡ്സ് ബൈ ഡി. 2 സൈഡിനെയും ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. 14x ഈസ് ഈക്വൽ ടു 12 mod 18 അല്ലേ? നമുക്ക് കിട്ടിയത് ഡിയുടെ വാല്യൂ 2 ആണ്. ഡിയുടെ വാല്യൂ 2 ആണ്. സോ ഡിവൈഡഡ് ബൈ 2. 14/2, 12/2, 18/2. ഇത് ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ തെറ്റിപ്പോകും. സോ യു ഗെറ്റ് 7x ഈസ് ഈക്വൽ ടു 12/2. 12/2 ഈസ് ഈക്വൽ ടു 6 mod 9. 6 mod 9. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് multiply both sides with the inverse of this. Okay, that is what you call it, a by d. a by d യുടെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഹിയർ ദ ഇൻവേഴ്സ് ഓഫ് a by d ഈസ് 7 ഇൻവേഴ്സ്. നമുക്ക് 7 ഇൻവേഴ്സ് എന്ന് തൽക്കാലം വിളിക്കാം. നമുക്കത് കണ്ടുപിടിക്കണം. So just multiply it. 7 into 7 inverse into x is equal to 6 into 7 inverse mod 9. I have to find out the value of 7 inverse. എപ്പോഴും ഓർക്കണം, 7 ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1/7 ആണെന്ന് വിചാരിക്കരുത്. ബിക്കോസ് ദിസ് ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ മോഡുലോ എം. എ മോഡുലോ എമ്മിൻ്റെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് അത് ഇങ്ങനെ കണ്ടുപിടിക്കാം. സോ ഞാൻ ഇപ്പുറത്ത് ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു അസ്യൂം ദാറ്റ് 7 into c mod m ഈസ് ഈക്വൽ ടു 1. ഇപ്പോൾ ഇവിടെ 7 വരെ ഏതെങ്കിലും വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് എന്തുവാന്ന് വെച്ചാൽ അത് ഈസ് ഈക്വൽ ടു എം ഈസ് ഈക്വൽ ടു 1. mod m ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ നമുക്കറിയാം. ഇവിടെ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9 ആണ്. 18 എടുക്കരുത്, ബിക്കോസ് ഇവിടെ 9 ആണ്. സോ 7 into c, കാര്യം നമുക്ക് ഇവിടുത്തെ ആണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. 7 into c mod 9 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കൊടുക്കണം. അതായത് സിക്ക് ഓരോരോ വാല്യൂസ് ആയിട്ട് ഇട്ട് കൊടുക്കണം. സിയുടെ വാല്യൂ 1 ആയി കഴിഞ്ഞാൽ വി ഗെറ്റ് 7 mod 9 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 7. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല, അപ്പോൾ ഇത് തെറ്റാം, അത് കളയാം. 2 ഇടാം. 7 into 2 is 14. 14 mod 9. 14 mod 9 എന്ന് പറയുമ്പോൾ എത്ര? 5 വരും. അതും അല്ല. ഇനി അടുത്തത് 3 ഇടാം. 3 7 21. 21 mod 9. ഒരു 9 9 20 18. അപ്പം 3 വരും. ഇറ്റ് ഈസ് നോട്ട്. ഇനി അടുത്തത് 4 ഇടാം.
എടുത്തത് 28 മോഡ് 9 9 9 20 3 27 ശിഷ്ടം 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ ദ വാല്യൂ ഈസ് 7 ഇൻറ്റു നമ്മൾ എത്ര ചെയ്തപ്പോഴാണ് 4 അല്ലേ ചെയ്തത് 7 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു വാട്ട് വി ഗോട്ട്. അപ്പോൾ 4 മോഡ് 9 ഈസ് ഈക്വൽ. അപ്പം 4 ഈസ് ഈക്വൽ ടു 7 ഇൻവേഴ്സ്. 7 ഇൻവേഴ്സിൻ്റെ വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടി. നൗ substitute it. Now substitute the value of 4 here. See, 7 into 7 inverse എത്രയാ? Cancel it. Okay. So x is equal to 6 into 7 inverse ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 6 into 4 mod 9. Right? So x is equal to എന്നാൽ 20 6 24 24 mod 9. Okay. So the value of here is 18. അപ്പം ശിഷ്ടം 6. So the value of x is equal to 6. So this is the first solution that you have got. അപ്പം നമുക്ക് you can name it as x0 is equal to 6. നിങ്ങളുടെ ഫസ്റ്റ് സൊല്യൂഷൻ 6 ആണ്. സോ ഹാഫ് ഓഫ് ഡൺ. അപ്പം നിങ്ങൾക്ക് ബാക്കി എത്ര സൊല്യൂഷൻ ഉണ്ടോ അതിൻ്റെ ഒക്കെ വാല്യൂസ് എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് അവർ സിക്സ്ത് സ്റ്റെപ്പ്. ഫൈൻഡ് ഓൾ ഇക്വേഷൻ, ഫൈൻഡ് ഓൾ സൊല്യൂഷൻസ്. ഓൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു x0 പ്ലസ് കെ ഇൻറ്റു എൻ ബൈ ഇസ് ഈക്വൽ ടു എൻ ബൈ ഡി ഇസ് ഈക്വൽ ടു എൻ ബൈ ഡി. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. So let us do this. So x of k, അതായത് നമുക്കിനി വേണ്ടത് x of 1 ആണ്. So x of 1 is equal to x0യുടെ വാല്യൂ നമുക്കറിയാം 6 പ്ലസ് കെയുടെ വാല്യൂ നമുക്കറിയാം 1 ബിക്കോസ് ഇവിടെ 1 ആയതുകൊണ്ട്. എന്നിൻ്റെ വാല്യൂ ഇത് n അല്ല, ഇതിവിടെ m ആണ്. എമ്മിൻ്റെ വാല്യൂ നമുക്കറിയാം ഇറ്റ് ഈസ് 18 ബൈ ഡിയുടെ വാല്യൂ നമുക്കറിയാം 2. ഓക്കെ. So 18 by 2, 6 plus 18 by 2 is 9. 6 plus 9 is equal to 15. അപ്പോൾ നിങ്ങളുടെ രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 15 ആണ്. സോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് 2 സൊല്യൂഷൻ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 and 15. ഇതാണ് നിങ്ങളുടെ ഫൈനൽ സൊല്യൂഷൻ. സപ്പോസ് നിങ്ങൾക്ക് 3 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെ? 3 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും ചെയ്യേണ്ട. ഇവിടെ 2 ഇപ്പം 1 കിട്ടി, x0 കിട്ടി, x1 കിട്ടി. ഇനി അടുത്ത x2 കൂടെ കണ്ടുപിടിക്കണം 3 എണ്ണം ഉണ്ടെങ്കിൽ. അപ്പോൾ x2 ഈസ് ഈക്വൽ ടു x0യുടെ വാല്യൂ 6 തന്നെ, കെയുടെ വാല്യൂ എത്രയാണ്? 2 ആണ്. സോ m ബൈ ഡിയുടെ വാല്യൂ ഈക്വൽ ടു 18 by 2 ഈസ് ഈക്വൽ ടു 9. 9 20 18 18 6 24. 3 എണ്ണം കിട്ടി, 6 15 24. 4 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ x3 കൂടെ കണ്ടുപിടിക്കുക. 6 പ്ലസ് 3 ഇൻറ്റു 18 by 2 ഇസ് ഈക്വൽ ടു 9. 9 27 പ്ലസ് 6 ഇസ് ഈക്വൽ ടു 33. സോ നിങ്ങൾക്ക് 4 എണ്ണം കിട്ടി, 6 15 24 33. ഇപ്പം ഇവിടെ നമുക്ക് 2 എണ്ണേ ഉള്ളതുകൊണ്ട് നമുക്ക് 2 എണ്ണം വെച്ച് അങ്ങ് നിർത്താം. x0 ആൻഡ് x1 മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ ദിസ് ഈസ് യുവർ ആൻസർ. ഇതാണ് നമ്മളുടെ ആൻസർ. 6 15 ആണ് ഇതിൻ്റെ സൊല്യൂഷൻസ്. സോ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഹൗ ടു സോൾവ് ദിസ്. സോ വി ഗോട്ട് ആൻ ഇക്വേഷൻ 14x is equal to 12 mod x. അതിൽ a b m കണ്ടുപിടിക്കുക. GCD ഓഫ് a ആൻഡ് m കണ്ടുപിടിക്കുക. ആൻഡ് ദാറ്റ് ഇസ് d. നമുക്ക് 2 കിട്ടി. സോ ദാറ്റ് ഇസ് 2. പിന്നെ b ബൈ d കണ്ടുപിടിക്കുക. b ബൈ d എന്ന് പറയുന്നത് ബിയുടെ വാല്യൂ 12 ആയിരുന്നു, ബൈ d 2 ആണ്, ഇസ് ഈക്വൽ ടു 6. ഇഫ് ഇറ്റ് ഈസ് എ ഹോൾ നമ്പർ ദെൻ യു ക്യാൻ പ്രൊസീഡ് ചെയ്തു. ദെൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് സൊല്യൂഷൻസ്. എത്ര സൊല്യൂഷൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഡൺ ബൈ ദി ഇക്വേഷൻ d mod m. d mod m കണ്ടുപിടിക്കുക. ഡിയുടെ വാല്യൂ 2, എമ്മിൻ്റെ വാല്യൂ 18. 2 mod 18, ദ വാല്യൂ ഈസ് 2. സോ ദാറ്റ് വി ഹാവ് 2 സൊല്യൂഷൻസ്. ഓക്കെ. ഇനി 2 സൈഡിലും 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ ഗെറ്റ് 14 by 2 7, 12 by 2 6, 18 by 2 9. 7x ഈസ് ഈക്വൽ ടു 6 mod 9. അപ്പോൾ ഇവിടെ കിട്ടിയ ഏത് നമ്പറാണോ അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. 7 ഇൻറ്റു 7 ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 7 ഇൻവേഴ്സ് mod 9.
ആൻഡ് ഇൻവേഴ്സ് ഓഫ് 7 ഇസ് ഫൗണ്ട് ഔട്ട് ത്രൂ ഇൻവേഴ്സ് ഓഫ് 7 അല്ല 7 mod 9 കണ്ടുപിടിച്ചു. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ത്രൂ ദിസ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. നമ്മൾ അതിൻ്റെ വാല്യൂ 4 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പം എന്നിട്ട് ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 6 × 4 is 24. 24 mod 9 എത്രയാണ്? 6. സോ യുവർ ഫസ്റ്റ് സൊല്യൂഷൻ ഇസ് 6. സോ ഇത് വെച്ചിട്ട് ബാക്കിയുള്ള സൊല്യൂഷൻസ് എല്ലാം കണ്ടുപിടിക്കുക. ആൻഡ് ദാറ്റ് ഇസ് യുവർ ആൻസർ. അപ്പം എത്ര സൊല്യൂഷൻ ഉണ്ടോ, ഒരു സൊല്യൂഷനാണെങ്കിൽ ഇത് x0 മാത്രം കണ്ടുപിടിച്ചാൽ മതി. 2 സൊല്യൂഷനാണെങ്കിൽ x0യും x1ഉം കണ്ടുപിടിക്കണം. 3 എണ്ണം ഉണ്ടെങ്കിൽ x0, x1, x2 കണ്ടുപിടിക്കണം. 4 ആണെങ്കിൽ x0, x1, x2, x3 കണ്ടുപിടിക്കണം. അതുപോലെ എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു. ഹാവ് എ നൈസ്